ചില നേതാക്കന്മാർ ദീർഘവീക്ഷണമുള്ളവരായിരിക്കും. വ്യക്തമായി പഠിച്ചിട്ട് എക്കണോമിയെക്കുറിച്ച് പഠിച്ചിട്ടും അഭിപ്രായം പറയുന്നവരായിരിക്കും നല്ല നേതാക്കന്മാർ. ഇദ്ദേഹവും അത്തരത്തിൽപ്പെട്ട ഒരു നേതാവാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അദ്ദേഹം വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. ഇതുപോലെയുള്ള നേതാക്കന്മാരെയാണ് ഇനി കേരളത്തിൻ്റെ ഭാവിക്ക് ആവശ്യം. ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. ഒന്ന്, ഈ ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ, 30 തൊട്ട് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 25 ലക്ഷം പേരാണ് പുറത്തുള്ള വേറെ ഗൾഫിലുള്ള ആളുകളെ പറഞ്ഞത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ, അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവരിവിടെ പരമാവധി ആളുകൾ 90% ആളുകൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അവർക്ക് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഗോതമ്പ് പൊടി, ഉള്ളി, ദാല്, ഇത്രയേ ഉള്ളൂ. ബാക്കി അവർ ശനിയാഴ്ച വൈകുന്നേരം കിട്ടുന്ന കൂലി നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ബാങ്കിന്റെ അവിടെ നോക്കിയോ, അവർ നാട്ടിലേക്ക് അയക്കും. പണ്ട് ഗൾഫിൽ നിന്ന് നമ്മുടെ ആളുകൾ മാസത്തിൽ അയച്ചിരുന്നത് പോലെ ഇവിടെ നിന്ന് അയക്കണം. 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത്. റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ഈ കൊച്ചി നഗരത്തിൽ 100 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്നിരുന്നുവെങ്കിൽ അതിൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെ അത് ലേബർ ചാർജ് ആയിട്ട് ഈ സിറ്റിയിലും പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകാനും ലേബർ ചാർജ് ആയിട്ട്. ഇപ്പൊ ഈ പറയുന്ന 40-50 കോടി പോകുന്നത് 1 കോടി രൂപ പോലും ഇവിടെ നിൽക്കുന്നില്ല. എല്ലാ അതർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും അസസ് ചെയ്യാത്ത റെമിറ്റൻസിനേക്കാൾ ഇരട്ടിയോളം വരുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നടക്കുകയാണ്. അത് കേരളത്തിന്റെ ഇക്കോണമിയുടെ അടിവേര് മാന്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒന്ന്, ഈ ബ്രെയിൻ ഡ്രെയിൻ തന്നെ തടയണം. കാരണം അതിനൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് കൊച്ചിയിലെ ബിൽഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞങ്ങള് 3-4 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ അവര് പറയും, ഇനി അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത് ഓൾഡ് ഏജ് ഹോംസിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഓൾഡ് ഏജ് മാത്രം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് കേരളം പോവുകയാണ്. കുറെ പ്രായമായ ആളുകൾ, നമ്മളെ പോലെ കുറെ പ്രായമായ ആളുകൾ മാത്രം വരികയും പോവാണ്. മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. കാരണം ഈ ഡെമോഗ്രഫിയിലെ പോപ്പുലേഷനിലെ ഒരു 65% യങ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് സ്റ്റേറ്റിന് അഡ്വാൻറ്റേജ് ആയി മാറേണ്ടത്. അതുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് ഇൻവാല്യുബിൾ ആണ്. അസസ് ചെയ്യാൻ പറ്റാത്തത്രയും വലുതാണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇതിനെ അഡ്രസ് ചെയ്യണം. ഇതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒന്ന്, ഈ ചെറുപ്പക്കാരെ കേരളത്തിൽ നിർത്തണം. കേരളത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. എനിക്ക് ആദ്യം തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ഹെൽത്ത് സെക്ടർ. 2, എഡ്യൂക്കേഷൻ സെക്ടർ. ഈ ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കുക. ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിനെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി ധാരാളം ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവരിക. കേരളത്തിന്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എല്ലാം അതിനുവേണ്ടി പ്രയോജനപ്പെടും. 2, നമ്മൾ ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യാം. ജോബിന്റെ നേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ 10-25 കൊല്ലം കൂടുമ്പോഴേ തൊഴിലിന്റെ സ്വഭാവം മാറുള്ളൂ. കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു ബേസിക് ചേഞ്ച് ഉണ്ടായത്. ഇപ്പൊ അതല്ല. ഇപ്പൊ ഈ മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും എല്ലാം വന്നതിന് ശേഷം എല്ലാ വർഷവും എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. നമ്മളത് നിരീക്ഷിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകളാണ് വേണ്ടത്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്ക് ഉണ്ടെങ്കിൽ BSc കെമിസ്ട്രിക്കും ഫിസിക്സിനും കിട്ടുള്ളൂ. ഇപ്പൊ ചേരാൻ പിള്ളേരില്ല. അത് ചേർന്നിട്ട് കാര്യമില്ല. അത് പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചാൽ ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണെന്നാണ് കുട്ടികൾ അന്വേഷിക്കുന്നത്. അപ്പോ നമ്മുടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അറിഞ്ഞിട്ടില്ല. ഞാൻ ആകെ അന്വേഷിച്ചപ്പോ നമ്മുടെ IIT-കൾ ഗൗരവതരമായി അവരുടെ കരിക്കുലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IIT-കൾ ഞാൻ ഒരുപാട് പ്രൊഫസേഴ്സായിട്ട് അത് അറിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കരമായ റാഡിക്കൽ ചേഞ്ച് അവരുടെ കരിക്കുലത്തിൽ ഉണ്ടാക്കുക. അപ്പൊ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ലോകത്തിലെ ജോബ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്താൽ, ആ സബ്ജക്റ്റുകൾ ആഡ് ചെയ്താൽ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യത ഈ കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും തന്നെ കിട്ടും. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ, നല്ല കോഴ്സുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി 40 ലക്ഷവും 50 ലക്ഷം കൊടുത്ത് പുറത്തുപോയി പഠിക്കുക. പുറത്തുപോയി പഠിക്കുന്ന നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല.
പണ്ടും ക്രീമായിട്ടുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ വിദേശത്ത് പോയി പഠിക്കും. ഞാൻ വിദേശത്ത് പോയി പഠിക്കുന്നതിനെതിരല്ല. പക്ഷെ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ ഇന്ത്യയിലേക്കാളും കേരളത്തിലേക്കാളും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിക്കണം. ഇവിടെ പണ്ട് നടത്തിയിരുന്ന നല്ല പാരലൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ താഴെയുള്ള കോളേജിലാണ് പലരും പോയി കാനഡയിലും UK-യിലൊക്കെ പഠിക്കുന്നത്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ അറിയാതെ പോയി പഠിക്കുകയാണ്. അവരെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റണം. ഇവിടെ നിന്നാൽ കാര്യമുണ്ട്, ഇവിടെ നിന്നാൽ നല്ല കോഴ്സ് പഠിക്കാൻ പറ്റും, ഇവിടെ നിന്നാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജോലി കിട്ടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു തോട്ട് പ്രോസസ് നടക്കണം. ഞങ്ങളത് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാം, ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. 300 ഡോക്ടർമാരെ ആരോഗ്യരംഗത്ത് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. ഒരു വലിയ ടീം ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെന്റ് ഇപ്പൊ ഞാനിത് ആകാശത്ത് നിന്ന് അറിഞ്ഞതല്ലോ, ഒരുപാട് പേരുമായിട്ടുള്ള കൂടിയാലോചനകൾ വഴി എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. ഐ ആം കോൺഫിഡന്റ്, നല്ല കോൺഫിഡന്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വേറൊരിടത്തും ചെയ്യാൻ പറ്റില്ല.